ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻസ്പയർ പി എസ് സിയുടെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിൽ പാസീവ് വോയിസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും. പാസീവ് വോയിസിൽ അതിൻ്റെ സ്ട്രക്ചർ 8 സ്ട്രക്ചറും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പം ഇനി അത് മത്സര പരീക്ഷകളിൽ എങ്ങനെ ചോദിക്കുന്നു, മത്സര പരീക്ഷകളിൽ അത് ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്താം. അപ്പം നമ്മൾ നോക്കുന്നത് വളരെ സിമ്പിളായി, അല്ലെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എങ്ങനെ ഉത്തരം കണ്ടെത്താം എന്നാണ് നോക്കുന്നത്. അതിന് ഏറ്റവും അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ 8 സ്ട്രക്ചറും നന്നായി വ്യക്തമായി അറിഞ്ഞിരിക്കുക. അത് കഴിഞ്ഞ് അതിനേക്കാൾ പ്രധാനമായി ഒരു വെർബ് കണ്ടാൽ അത് ഫസ്റ്റ് ഫോം ആണോ, സെക്കൻഡ് ഫോം ആണോ, തേർഡ് ഫോം ആണോ എന്ന് അറിഞ്ഞിരിക്കുക. ഈ 2 കാര്യങ്ങളും വ്യക്തമായി അറിയാമെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് വളരെ സിമ്പിളായി പാസീവ് വോയിസിലെ ഏതാണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഓപ്ഷനിൽ നിന്നും ഉത്തരം കണ്ടെത്തുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്ന് അവലംബിക്കുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനമായി ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, ഒരു വെർബ് കണ്ടാൽ അതിൻ്റെ ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ പ്രസൻറ്റ്, സെക്കൻഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ്, തേർഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഈ 3 ഫോംസും വ്യക്തമായി അറിഞ്ഞിരിക്കുക. അങ്ങനെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മൾ ഏത് ടോപ്പിക്കാണെങ്കിലും ആ ടോപ്പിക്കിൽ നമുക്ക് ട്രിക്സും അല്ലെങ്കിൽ ടെക്നിക്സും അപ്ലൈ ചെയ്ത് സിമ്പിളായി പഠിക്കാൻ കഴിയും. ഈ 3 കാര്യങ്ങളും വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ആ 3 കാര്യങ്ങൾ മാത്രം അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ സിമ്പിളായി ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദേ ഹാവ് ഡൺ ഇറ്റ്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ടു പാസീവ് എന്നായിരിക്കും ചോദിച്ചിരിക്കുന്നത്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നമ്മൾ നോക്കുന്നത് അതിൻ്റെ വേർബ് എന്താണ് എന്നാണ്. അപ്പം നമുക്കറിയാം ഹാവ് ഡൺ എന്നുള്ളതാണ് അതിൻ്റെ വേർബ്. ഹാവ് ഡൺ, ഹാവ് പ്ലസ് V3. ഡൺ എന്ന് പറയുന്നത് V3 തേർഡ് ഫോമാണ്. ഡു, ഡിഡ്, ഡൺ. ഹാവ് പ്ലസ് V3. ഹാവ് പ്ലസ് V3 വന്നാൽ അതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റാൻ നമുക്കറിയാം ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് ബീൻ പ്ലസ് V3. ഇതിനിടയ്ക്ക് ഒരു ബീൻ എന്നുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാസീവ് വോയിസ് കിട്ടും. ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 വന്നാൽ അതിൻ്റെ കൂടെ ഒരു ബി ആഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് പാസീവ് വോയിസിലോട്ട് എത്താം. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3. ഇനി ഓപ്ഷനിൽ എത്ര ഹാസ് ബീൻ V3 ഉണ്ടെന്ന് നോക്കുക. ഓപ്ഷനിൽ ഫസ്റ്റ് ഹാവ് ബീൻ ഡൺ ഉണ്ട്, അത് കഴിഞ്ഞൊരു ഹാസ് ബീൻ ഡൺ ഉണ്ട്. ഇത് രണ്ടുമാണ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 എന്ന് ഉള്ളത്. 2 ഓപ്ഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഓബ്ജക്റ്റിലോട്ട് പോവുക. ഇനി നമുക്കറിയാം ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ആണ്. ഇറ്റ് സബ്ജക്റ്റ്, പാസീവ് വോയിസിൽ ഇറ്റ് എന്നുള്ളത് സബ്ജക്റ്റ് ആയി വരും, തുടക്കത്തിൽ വരും. ഇറ്റിനനുസരിച്ചാണ് ഹാസ് ആണോ ഹാവ് ആണോ എന്ന് എഴുതേണ്ടത്. ഇപ്പൊ നമ്മൾ സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റിൽ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലർ ആണെങ്കിൽ ഹാസ് ആണോ ഹാവ് ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റിന്റെ കൂടെ ഹാസ് ആയിരിക്കും ഉത്തരം. ഇറ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ വെർബിനോട് കൂടി എസ് ചേർന്ന് വരും. ഇറ്റ് ഹാസ് ബീൻ ഡൺ. ഇതാണ് ആൻസർ. അപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇതാണ്. ടെൻസിന്റെ ഡീറ്റെയിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല, ഇത്രയും മാത്രം ചെയ്യുന്നു. തന്നിരിക്കുന്ന വെർബ് ഏത് ഫോമിലാണ്, തന്നിരിക്കുന്ന വെർബിന്റെ സ്ട്രക്ചർ ഹാവ് ഡൺ എന്നായിരുന്നു ഉത്തരം. ഹാവ് ഡൺ ആണെങ്കിൽ പാസീവ് വോയിസിലോട്ട് മാറുമ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഡൺ. ഇനി ആൻസർ നോക്കുന്നു, ഹാസ് പ്ലസ് ബീൻ പ്ലസ് ഡൺ അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഡൺ എന്ന് 2 ഓപ്ഷൻ ഉണ്ട്. 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഒബ്ജക്റ്റിലോട്ട് പോവുക. ഒബ്ജക്റ്റ് ഇറ്റ് എന്നാണ്, ഇറ്റ് സിംഗുലർ ആണ്. സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ ഡൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്രൂട്ടസ് സ്റ്റാബ്ഡ് സീസർ. ബ്രൂട്ടസ് സ്റ്റാബ്ഡ് സീസർ. സ്റ്റാബ്ഡ് എന്നാണ് വെർബ്. ഇപ്പം വെർബ് നമ്മൾ നോക്കുന്നു. സ്റ്റാബ്ഡ് ED ചേർന്ന് വരുന്ന വെർബ് സാധാരണയായി വെർബിന്റെ സെക്കൻഡ് ഫോം ആയിരിക്കും. ഇപ്പം വെർബിന്റെ സെക്കൻഡ് ഫോം അല്ലെങ്കിൽ ഡിഡ് പ്ലസ് V1, വെർബിന്റെ സെക്കൻഡ് ഫോം അല്ലെങ്കിൽ ഡിഡ് പ്ലസ് V1 വന്നാൽ അതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റാൻ വാസ് ഓർ വേർ പ്ലസ് V3. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സെക്കൻഡ് ഫോം ആണെങ്കിൽ വാസ് ഓർ വേർ പ്ലസ് V3. ഓപ്ഷനിൽ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഓപ്ഷനിൽ ആദ്യം ഈസ് പ്ലസ് സ്റ്റാബ്ഡ്, തെറ്റാണ്. വാസ് സ്റ്റാബ്ഡ്, വാസ് സ്റ്റാബ്ഡ്. അത് കഴിഞ്ഞ് ഹാസ് സ്റ്റാബ്ഡ്, ഹാഡ് സ്റ്റാബ്ഡ്. അത് രണ്ടുമല്ല, നമ്മുടെ ആൻസർ ഇതാണ്. വെർബ് മാത്രം നോക്കി നമ്മൾ ആൻസറിലെത്തി. വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് സ്റ്റാബ്ഡ്, അതുകൊണ്ട് തന്നെ വാസ് ഓർ വേർ പ്ലസ് V3. സീസർ ഓബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് വാസ് സ്റ്റാബ്ഡ് എന്നായിരിക്കും ആൻസർ. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് പാസീവ് വോയിസിലെ ഉത്തരങ്ങൾ കണ്ടെത്താം ഓപ്ഷനിലൂടെ.
ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, ദ എഡിറ്റർ വാസ് എഡിറ്റിംഗ് ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നു ഇതിലെ വേർബ് ഏതാണ്. അപ്പൊ നമുക്കറിയാം വാസ് എഡിറ്റിംഗ് എന്നുള്ളതാണ് വേർബ്. വാസ് എഡിറ്റിംഗ്, വാസ് എഡിറ്റിംഗ്, വാസ് പ്ലസ് ഐ എൻ ജി. വാസ് പ്ലസ് ഐ എൻ ജി വന്നാൽ അതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റാൻ, വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി വന്നാൽ അതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റാൻ വാസ് ഓർ വെയർ പ്ലസ് ബീയിങ് പ്ലസ് V3. ഐ എൻ ജി വന്നാൽ ബീയിങ് പ്ലസ് V3, വാസ് ഓർ വെയർ പ്ലസ് ബീയിങ് പ്ലസ് V3 എന്നായിരിക്കും ആൻസർ. ഇനി തന്നിരിക്കുന്ന ഓപ്ഷനിൽ പാസീവ് വോയിസ് വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി ഏതാണെന്ന് നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വാസ് ബീയിങ് എഡിറ്റഡ്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷന് സാധ്യത ഉണ്ട്. ദെൻ സെക്കൻഡ് ഹാഡ് ബീൻ, തെറ്റാണ്. തേർഡ് വാസ് എഡിറ്റഡ്, വാസ് എഡിറ്റഡ് അല്ല വരേണ്ടത്, വാസ് ബീയിങ് എഡിറ്റഡ്. അപ്പം ഇത് മൂന്നാമത്തെ ഓപ്ഷനും തെറ്റാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കാം, വാസ് ബീയിങ് എഡിറ്റഡ്. അപ്പം അതിനും സാധ്യതയുണ്ട്, വാസ് ബീയിങ് എഡിറ്റഡ്. ഈ രണ്ട് ഓപ്ഷനാണ് സാധ്യത. ഇപ്പോൾ ഓപ്ഷനിൽ രണ്ട് പാസീവ് വോയിസ് സ്ട്രക്ചർ വന്നാൽ മാത്രം നമ്മൾ ഓബ്ജക്റ്റ് നോക്കുന്നു. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്നാണ്. ഇനി ഓബ്ജക്റ്റിന് അനുസരിച്ചാണോ എഴുതിയിരിക്കുന്നത് നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് അല്ല ഇവിടെ സബ്ജക്റ്റായി വന്നത്. പാസീവ് വോയിസിൽ ഓബ്ജക്റ്റ് സബ്ജക്റ്റായി വരണം. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ ഓബ്ജക്റ്റ് അല്ല സബ്ജക്റ്റായി വന്നിരിക്കുന്നത്, ആക്റ്റീവ് വോയിസിൻ്റെ സബ്ജക്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആൻസർ തെറ്റാണ്. നമ്മുടെ ആൻസർ ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്, ഓബ്ജക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വന്നു. ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാസ് ബീയിങ് എഡിറ്റഡ് ബൈ ദ എഡിറ്റർ. ഇതാണ് ആൻസർ. ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് വാസ് എഡിറ്റിംഗ്, വാസ് പ്ലസ് ഐ എൻ ജി വന്നാൽ വാസ് ഓർ വെയർ പ്ലസ് ബീയിങ് പ്ലസ് V3. ഓപ്ഷനിൽ വാസ് ഓർ വെയർ പ്ലസ് ബീയിങ് പ്ലസ് V3 ഉണ്ടെന്ന് നോക്കുക. അങ്ങനെ ഒന്നിലധികം ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം അതിന്റെ ഒബ്ജക്റ്റിലേക്ക് നോക്കുക. ഒബ്ജക്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്നു, ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാസ് ബീയിങ് എഡിറ്റഡ് ബൈ ദ എഡിറ്റർ. ഓക്കെ, നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, ദേ വിൽ ഡിസ്കസ് ദ മാറ്റർ സൂൺ. ദേ വിൽ ഡിസ്കസ് ദ മാറ്റർ സൂൺ. അപ്പൊ നമ്മൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ടത്, ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിലെ വേർബ് ഏതാണ്. അപ്പൊ ഇതിലെ വേർബ് എന്ന് പറയുന്നത് വിൽ ഡിസ്കസ് എന്നാണ്. വിൽ പ്ലസ് V1, വിൽ പ്ലസ് V1 അങ്ങനെ വന്നാൽ ഇത് മൊഡേൽ ഓക്സിലറി എന്നാണ് പറയുന്നത്. മൊഡേൽ ഓക്സിലറി വിൽ പ്ലസ് V1 വന്നാൽ വിൽ പ്ലസ് ബി പ്ലസ് V3 എന്നാണ് മാറേണ്ടത്. വിൽ പ്ലസ് ബി പ്ലസ് V3 എന്നാണ് മാറേണ്ടത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ വിൽ പ്ലസ് ബി പ്ലസ് V3 ഡിസ്കസ്ഡ് ഉണ്ടോ എന്ന് നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ വിൽ ഡിസ്കസ് തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ വിൽ ബി ഡിസ്കസ്ഡ് സാധ്യതയുണ്ട്. ദെൻ തേർഡ് ഓപ്ഷൻ വിൽ ഹാവ്, ഹാവിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, തെറ്റാണ്. ലാസ്റ്റ് ഓപ്ഷൻ വിൽ ഹാവ് ബീൻ, ആ ഓപ്ഷനും തെറ്റാണ്. നമ്മുടെ ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷനാണ് വിൽ ബി ഡിസ്കസ്ഡ്. സെക്കൻഡ് ഓപ്ഷനാണ് ശരി, വിൽ ബി ഡിസ്കസ്ഡ് എന്നുള്ളതാണ് ശരി. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മൾ ഓബ്ജക്റ്റിലേക്ക് എത്തി. മാറ്റർ, സൂൺ, സൂൺ എന്നൊരു വാക്ക് കിടക്കുന്നു. ഈ സൂൺ എന്താണ്? അത് ആഡ് വെർബാണോ, അഡ്ജക്റ്റീവ് ആണോ, അതോ ഓബ്ജക്റ്റ് ആണോ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഏറ്റവും സിമ്പിളായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാര്യം ഓബ്ജക്റ്റ് ഏതാണെന്ന് പോലും ഇവിടെ ഒരു പ്രാധാന്യവുമില്ല. ഈ വെർബ് വെച്ച് മാത്രം നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഉത്തരം കണ്ടെത്താം. ഇപ്പോൾ ഓപ്ഷനിൽ നിന്ന് മാത്രം ഉത്തരം കണ്ടെത്താമെന്നിരിക്കെ നമ്മൾ ബാക്കിയുള്ള സാധ്യതകൾ തേടി വെറുതെ സമയം കളയുന്നു, വെറുതെ ടെൻഷൻ അടിക്കുന്നു. അതുകൊണ്ടാണ് പാസീവ് വോയിസ് പഠിക്കുമ്പോൾ നമ്മൾ ഓപ്ഷനിൽ നിന്ന് ഉത്തരം കണ്ടെത്തുന്ന രീതിയാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ വുഡ് കട്ടർ ചോപ്ഡ് ഡൗൺ ദ ടോൾ ട്രീ. ഇപ്പോൾ ക്വസ്റ്റ്യൻ നല്ല വലിപ്പത്തിലാണ് കിടക്കുന്നത്, പക്ഷെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിലെ വേർബ് ഏതാണ്. അപ്പോൾ ഇതിൽ പ്രവൃത്തി എന്ന് പറയുന്നത് ചോപ്ഡ് ഡൗൺ എന്നാണ് കിടക്കുന്നത്. ED, ഇതൊരു ഫ്രൈസൽ വെർബാണ്, അതിന്റെ വെർബായി വന്നിരിക്കുന്നത് ചോപ്ഡ്. ചോപ്ഡ് ED അവസാനിക്കുന്നത് സ്വാഭാവികമായും V2 സെക്കൻഡ് ഫോം ആയിരിക്കും. വെർബിന്റെ സെക്കൻഡ് ഫോമാണ് വന്നാൽ അതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ വാസ് ഓർ വെയർ പ്ലസ് V3. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ വാസ് ഓർ വെയർ പ്ലസ് V3 എന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് ഓപ്ഷൻ ഇങ്ങനെയാണ്, ഹാഡ് ചോപ്ഡ്, തെറ്റ്. സെക്കൻഡ് ഓപ്ഷൻ ഹാഡ് ബീൻ ചോപ്ഡ്, തെറ്റാണ്. തേർഡ് ഓപ്ഷൻ വാസ് ചോപ്ഡ്. ഇപ്പൊ നമ്മുടെ പാസീവ് വോയിസ് വാസ് ഓർ വെയർ പ്ലസ് V3, ഇതിന് സാധ്യത ഉണ്ട്. ലാസ്റ്റ് ഓപ്ഷൻ കൂടെ നോക്കുന്നു, ദ ട്രീ ചോപ്ഡ് ഡൗൺ, വെർബിന്റെ സെക്കൻഡ് ഫോം, അത് പാസീവ് വോയിസ് അല്ല. ഇപ്പൊ നമ്മുടെ ആൻസർ was chopped down. The tall tree was chopped down by the woodcutter. ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ വലിപ്പത്തിലല്ല കാര്യം, ശ്രദ്ധിക്കേണ്ടത് വെർബിൻ്റെ ഫോംസ്.
ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം ഓർ തേർഡ് ഫോം ഏത് ഫോമിലാണ് കിടക്കുന്നത്? അപ്പോൾ ഇതിൽ സെക്കൻഡ് ഫോമിലാണ് കിടക്കുന്നത്. സെക്കൻഡ് ഫോമിലാണ് വെർബ് EDയിൽ അവസാനിക്കുന്നതെല്ലാം സെക്കൻഡ് ഫോമിലാണ്. അതിന് മുന്നിൽ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ സെക്കൻഡ് ഫോം. അങ്ങനെയാണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് V3 ആണ് പാസീവ് വോയിസ്. ഓപ്ഷനിൽ വാസ് പ്ലസ് V3 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആൻസർ സിമ്പിളായിട്ട് കണ്ടെത്താം. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ. I bought a new house last month. I bought a new house last month. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ലാസ്റ്റ് മന്ത് എന്നുള്ളത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ലാസ്റ്റ് മന്ത് തുടക്കത്തിലാണോ അവസാനത്തിലാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് ഓപ്ഷൻ നോക്കി മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട. നമ്മൾ ചെയ്യുന്നു വെർബ് ഏത് ഫോമിലാണ്. ഇപ്പോൾ വെർബ് ശ്രദ്ധിക്കുക. I bought a new house. ബോട്ട്, BOUGHT, ബോട്ട് എന്നുള്ളതാണ് വെർബിന്റെ ഫോം. ബൈ, ബോട്ട്, ബൈ ഫസ്റ്റ് ഫോം, ബോട്ട് സെക്കൻഡ് ഫോം. വെർബിന്റെ സെക്കൻഡ് ഫോം വന്നാൽ വാസ് ഓർ വെയർ പ്ലസ് V3. വാസ് ഓർ വെയർ പ്ലസ് V3 ഇതാണ് അതിന്റെ പാസീവ് വോയിസ്. ബോട്ട് എന്നുള്ളത് സെക്കൻഡ് ഫോം ആണ്. വാസ് ഓർ വെയർ പ്ലസ് V3 ആണ് പാസീവ് ഫോം. ഓപ്ഷൻ നോക്കുന്നു. വാസ് ഓർ വെയർ പ്ലസ് V3 ഉണ്ടോ എന്ന് നോക്കുന്നു. ഫസ്റ്റ് ഓപ്ഷൻ I bought എന്ന് തന്നെയാണ്. അത് പാസീവ് വോയിസ് അല്ല. സെക്കൻഡ് ഓപ്ഷൻ വാസ് ബീയിങ് ബോട്ട്, ING ഫോം, ബീയിങ് പ്ലസ് V3 വേണ്ട. തേർഡ് ഫോം വാസ് ബോട്ട്, സാധ്യത ഉണ്ട്. ലാസ്റ്റ് ഓപ്ഷൻ ബൈയിങ്, ബൈയിങ് എന്നുള്ളതും പാസീവ് വോയിസ് അല്ല. നമ്മുടെ ആൻസർ എ ന്യൂ ഹൗസ് വാസ് ബോട്ട് ലാസ്റ്റ് മന്ത് ബൈ മീ. അപ്പം നമ്മൾ ബാക്കിയുള്ള വാക്കുകൾ കണ്ട് കൺഫ്യൂഷനായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ നോക്കേണ്ടത് വെർബിന്റെ ഫോം മാത്രം. വെർബ് ഏത് ഫോമിലാണ്? ഇവിടെ സെക്കൻഡ് ഫോമിലാണ് വാസ് ഓർ വെയർ പ്ലസ് V3. ഓപ്ഷനിൽ വാസ് ഓർ വെയർ പ്ലസ് V3 ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് ഓബ്ജക്റ്റ് എന്താണെന്ന് പോലും നമ്മൾ നോക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, അസർട്ടീവ് സെന്റൻസിൽ നിന്ന് മാക്സിമം ബേസിക് ക്വസ്റ്റ്യൻസ് തൊട്ട് അത്യാവശ്യം വെറൈറ്റി ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ പാസീവ് വോയിസിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വൺ മേ അക്കംപ്ലിഷ് എനിത്തിങ് വിത്ത് എ ലിറ്റിൽ എഫേർട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുന്നു. അപ്പോൾ നമ്മളിതിൽ ഒന്നിലധികം ഓബ്ജക്റ്റുകളും അത്യാവശ്യം കൺഫ്യൂസിങ് വേർഡ്സ് എല്ലാം അതിനകത്ത് കിടക്കുന്നു. ഇതിൽ ഓബ്ജക്റ്റ് ഏതാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഏതാണ്, വെർബ് ഏതാണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ അത്യാവശ്യം കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേ അക്കംപ്ലിഷ്. ഈ മേ എന്ന് പറയുന്നത് മൊഡൈൽ ഓക്സിലറിയിൽ ഉൾപ്പെടുന്നതാണ്. വിൽ, ഷാൾ, കേൻ, മേ ഇതെല്ലാം മൊഡൈൽ ഓക്സിലറിയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം മേ കഴിഞ്ഞ് വെർബിന്റെ ഫസ്റ്റ് ഫോം വന്നിരിക്കുന്നു. അപ്പം ഇതാണ് ഇതിലെ വെർബ് മേ അക്കംപ്ലിഷ്. മൊഡൈൽ ഓക്സിലറി കഴിഞ്ഞ് വെർബിന്റെ ഫസ്റ്റ് ഫോം, അതാണ് വെർബ്. ഇനി വെർബിനെ പാസീവ് വോയിസിലോട്ട് മാറ്റണം. മൊഡൈൽ ഓക്സിലറി കഴിഞ്ഞ് വെർബിന്റെ ഫസ്റ്റ് ഫോം വന്നാൽ നമ്മൾ അതിനെ മൊഡൈൽ ഓക്സിലറി പ്ലസ് ബി പ്ലസ് V3 എന്ന് മാറ്റും. വിൽ, ഷാൾ, ക്യാൻ, മേ തുടങ്ങിയതാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ വന്നാൽ വിൽ, ഷാൾ, ക്യാൻ, മേ പ്ലസ് ബി പ്ലസ് V3 എന്ന് മാറ്റുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, മേ ആണ് വന്നതെങ്കിൽ ഇനി ബി പ്ലസ് V3 എത്ര ഫോംസിൽ ഉണ്ടെന്ന് നോക്കുക. ഫസ്റ്റ് ഫോം പറയുന്നു ക്യാൻ അക്കംപ്ലിഷ്, ഇതിൽ ബി ഫോം ഇല്ല, തെറ്റാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നു ക്യാൻ ബി അക്കംപ്ലിഷ്ഡ്. ക്യാൻ ബി അക്കംപ്ലിഷ്, മൊഡൈൽ ഓക്സിലറി ഉണ്ട്, ബി ഉണ്ട്, V3 ഉണ്ട്, സാധ്യതയുണ്ട്. മേ തന്നെ വരണമെന്ന് നിർബന്ധമില്ല. വിൽ, ഷാൾ, ക്യാൻ, മേ ഇതിലേതും പരസ്പരം മാറി ഉപയോഗിക്കുന്നതാണ്. മൂഡിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതാണ് മൊഡൈൽ ഓക്സിലറി. അതുകൊണ്ട് തന്നെ മൂഡിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് മൊഡൈൽ ഓക്സിലറി ഉപയോഗിക്കാൻ പറ്റും. ക്യാൻ ബി അക്കംപ്ലിഷ്ഡ്, സാധ്യതയുണ്ട്. തേർഡ് ക്യാൻ അക്കംപ്ലിഷ്, സാധ്യതയില്ല, ബി ഫോംസ് ഇല്ല. ലാസ്റ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. ഈസ് അക്കംപ്ലിഷ്ഡ് എന്നുള്ളത് ഈസ് പ്ലസ് V3 അല്ല, മൊഡൈൽ ഓക്സിലറി കഴിഞ്ഞ് വെർബിന്റെ ഫസ്റ്റ് ഫോം വന്നാൽ പാസീവ് വോയിസ്. അപ്പം നമ്മുടെ ആൻസറിൽ ഒറ്റ സ്ട്രക്ചറേ ഉള്ളൂ നമ്മുടെ ഈ സ്ട്രക്ചറുമായിട്ട് യോജിക്കുന്നത്. മൊഡൈൽ ഓക്സിലറി പ്ലസ് ബി പ്ലസ് V3, ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് എന്നാണ് ആൻസർ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. മേ ഇല്ല എന്ന് വിചാരിച്ച് നമുക്ക് ആൻസർ തെറ്റാണെന്ന് വിചാരിക്കേണ്ട. വിൽ, ഷാൾ, ക്യാൻ, മേ ഇത് സാധാരണയായിട്ട് മൂഡിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതാണ് മൊഡൈൽ ഓക്സിലറി. അതുകൊണ്ട് മേക്ക് പകരം ക്യാൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ സെക്കൻഡ് ഓപ്ഷനാണ്, ക്യാൻ ബി അക്കംപ്ലിഷ്ഡ്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ PSCയുടെ സ്ഥിരം ചോദ്യമാണ്. പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ആൾ ഓവർ ദ വേൾഡ്. പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ആൾ ഓവർ ദ വേൾഡ്. അപ്പം നമ്മൾ ഇവിടെയും ചെയ്യുന്നതെല്ലാം സെയിം കാര്യം തന്നെയാണ്. വേർബിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. സ്പീക്ക്, സംസാരിക്കുന്നു. സ്പീക്ക് ഫസ്റ്റ് ഫോം ആണോ സെക്കൻഡ് ഫോം ആണോ? സ്പീക്ക് എന്ന് പറയുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം, സ്പോക്ക് സെക്കൻഡ്, സ്പോക്കൺ തേർഡ് ഫോം. സ്പീക്ക് ഫസ്റ്റ് ഫോം ആണ്. വെർബിന്റെ ഫസ്റ്റ് ഫോം വന്നാൽ പാസീവ് വോയിസിലോട്ട് മാറ്റാൻ ആം, ഈസ്, ആർ പ്ലസ് V3.
ആം ഈസ് ആർ കഴിഞ്ഞ് വെർബിന്റെ തേർഡ് ഫോം. ഇനി നമ്മൾ ഓപ്ഷനിൽ നോക്കുന്നു ആം ഈസ് ആർ പ്ലസ് V3 ഉണ്ടോ, അത് മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് ഓപ്ഷൻ വാസ് സ്പോക്കൺ, തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് സ്പോക്കൺ, സാധ്യതയുണ്ട്. ഹാസ് സ്പോക്കൺ, ഹാഡ് സ്പോക്കൺ, അത് രണ്ടും പാസീവ് വോയിസേ അല്ല. ഇപ്പം നമ്മൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മളതിൽ ഓബ്ജക്റ്റ് ഏതാണ്, ഇംഗ്ലീഷ് ആണോ വേൾഡ് ആണോ ഇനി ആൾ ആണോ എന്നൊക്കെ നോക്കി കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. വേർബിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, വേർബ് ഏത് ഫോം, അതിനനുസരിച്ച് പാസീവ് വോയിസ് ആം ഈസ് ആർ പ്ലസ് V3. ആം ഈസ് ആർ പ്ലസ് V3 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായ ക്വസ്റ്റ്യൻ ആണിത്. ഈ സ്പോക്കൺ ആണ് ആൻസർ. ഓക്കെ, 9th ക്വസ്റ്റ്യൻ, ദേ ഡു നോട്ട് ഡ്രിങ്ക് കൊക്കക്കോള. അപ്പൊ ഇതിലും ശ്രദ്ധിക്കേണ്ടത് വെർബിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, വെർബിനെ ഐഡന്റിഫൈ ചെയ്യുന്നു ഡ്രിങ്ക് എന്ന് മാത്രമല്ല ഓക്സിലറി വെർബ് ഉൾപ്പെടെ വരുമ്പോൾ ഡു നോട്ട് ഡ്രിങ്ക്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോട്ടിനെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സ്ട്രക്ചർ ഡു പ്ലസ് V1, ഡു പ്ലസ് V1 എന്ന് വന്നാലും വെർബിന്റെ ഫസ്റ്റ് ഫോം വന്നാലും ആം ഈസ് ആർ പ്ലസ് V3, ഡു ഓർ ഡസ് പ്ലസ് V1 വന്നാൽ ആം ഈസ് ആർ പ്ലസ് V3 ആണ് അതിന്റെ പാസീവ് വോയിസ്. ഓപ്ഷനിൽ ആം ഈസ് ആർ പ്ലസ് V3 ഉണ്ടോ എന്ന് മാത്രം നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് നോട്ട് ഡ്രങ്ക്, അതായത് ആം ഈസ് ആർ പ്ലസ് V3 ആ സ്ട്രക്ചറിൽ വരുന്നു, ഇതിന് സാധ്യത ഉണ്ട്. ഇനി ഇതേ സ്ട്രക്ചറിൽ വരുന്ന വേറെ ഉണ്ടോ നോക്കുക. സെക്കൻഡ് ഡിഡ് നോട്ട് ഡ്രങ്ക്, അത് പാസീവ് വോയിസേ അല്ല, അത് തെറ്റാണ്. ഇവിടെ ഈസ് നോട്ട് ഡ്രിങ്കിങ്, ഇതും പാസീവ് വോയിസ് അല്ല, ING ഫോം. നമുക്ക് വേണ്ടത് ആം ഈസ് ആർ പ്ലസ് V3 ആണ് വേണ്ടത്. ദെൻ ലാസ്റ്റ് ഫോം ഡിഡ് നോട്ട് ഡ്രിങ്ക്, അതും പാസീവ് വോയിസ് അല്ല, ബി ഫോംസ് പ്ലസ് V3 ഇല്ല. നമ്മുടെ ഓപ്ഷനിൽ ഒറ്റ ആൻസറേ ഉള്ളൂ, ഈസ് നോട്ട് ഡ്രങ്ക്, ഇതാണ് ആൻസർ. ഇപ്പൊ നോട്ട് വന്നതുകൊണ്ട് മാത്രം ഇവിടെ നമ്മുടെ നിയമങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. ഡു ഓർ ഡസ് പ്ലസ് V1 വന്നാൽ ആം ഈസ് ആർ പ്ലസ് V3 ആണ് ആൻസർ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നു. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, എവരിവൺ ഹാഡ് വാൺഡ് മീ അബൌട്ട് ദ വെദർ ബിഫോർ ഐ വെന്റ് ടു ഡൽഹി. Everyone had warned me about the weather before I went to Delhi. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? അത്ര വലിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുമാത്രമാണ്, വെർബിന്റെ ഫോം എന്താണ്, വെർബ് എന്താണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. എവരിവൺ ഹാഡ് വാൺഡ്, ഹാഡ് പ്ലസ് V3, ഹാഡ് പ്ലസ് V3 ആണ് നമ്മുടെ വെർബിന്റെ ഫോം. ഹാഡ് പ്ലസ് V3 വന്നാൽ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 ആണ് പാസീവ് ഫോം. ഹാഡ് പ്ലസ് V3 വന്നാൽ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 ആണ് പാസീവ് ഫോം. ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 ഫോമുള്ള എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ ഹാഡ് ബീൻ വാണ്ട്, സാധ്യതയുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ വാസ് വാണ്ട്, തെറ്റാണ്. തേർഡ് ഓപ്ഷൻ ഹാഡ് ബീൻ വാണ്ട്, സാധ്യതയുണ്ട്. ലാസ്റ്റ് ഓപ്ഷനും ഹാഡ് ബീൻ വാണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലാണ് നമുക്ക് എന്തെങ്കിലും ഇത്തിരി വെറൈറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയാവുന്നത്. 3 ഓപ്ഷന് സാധ്യതയുണ്ട്. സാധ്യത ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഓബ്ജക്റ്റിലേക്ക് പോവുക. വാണ്ട് മീ, ആരെയാണ് വാണ്ട് ചെയ്തത്? എന്നെ. അപ്പോൾ ഓബ്ജക്റ്റ് എന്തായി വരണം? ഐ ആണ് ഓബ്ജക്റ്റ് ആയി വരേണ്ടത്. മീ ആണ് ഓബ്ജക്റ്റ് എങ്കിൽ മീ സബ്ജക്റ്റ് ആകുമ്പോൾ ഐ ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സബ്ജക്റ്റ് ഐ സബ്ജക്റ്റ് ആയി വരുമ്പോൾ എവരിവൺ എന്നുള്ളത് തെറ്റാണ്. ഇനി ഐ രണ്ടിടത്തും സബ്ജക്റ്റ് ആയി വന്നു. അപ്പൊ ഇത് രണ്ടിനും വീണ്ടും സാധ്യത ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ബാക്കി വായിച്ചു നോക്കേണ്ടത്. ബാക്കി വായിച്ചു നോക്കുന്നു. ഐ ഹാഡ് ബീൻ വാൺഡ് അബൌട്ട് ദ വെദർ ബിഫോർ ഐ വെന്റ് ടു ഡൽഹി. ഐ ഹാഡ് ബീൻ വാൺഡ് അബൌട്ട് ദ വെദർ ബിഫോർ ഐ ഹാഡ് ഗോൺ ടു ഡൽഹി. ഇവിടെ വെന്റ് ടു ഡൽഹി, ഇവിടെ ഹാഡ് ഗോൺ ടു ഡൽഹി. ഇതാണ് ഇത് തമ്മിലുള്ള മാറ്റം. ഇപ്പം വെന്റ് ടു ഡൽഹി എന്ന് പറയുന്നത് വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്, അത് പാസ്റ്റ്. എന്നാൽ ഹാഡ് ഗോൺ ടു ഡൽഹി എന്നുള്ളത് ഹാഡ് പ്ലസ് V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ മാറ്റം ഇത്രയേ ഉള്ളൂ. വെന്റ് ടു ഡൽഹി, വെന്റ്, ഗോ, വെന്റ് സെക്കൻഡ് ഫോം പാസ്റ്റ്. ലാസ്റ്റ് ഹാഡ് പ്ലസ് V3 പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ ഇങ്ങനെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമ്മുടെ ക്വസ്റ്റ്യൻ വെന്റ് ടു ഡൽഹി എന്നായിരുന്നു. അപ്പൊ ഈ ഫോം പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ അതിലെ ടെൻസിന് ഒരു മാറ്റവും വരുത്താൻ നമുക്ക് അധികാരമില്ല. ഏറ്റവും ബേസിക് ആയി അറിഞ്ഞിരിക്കണം. ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലോട്ട് മാറുമ്പോഴോ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസിലോട്ട് മാറുമ്പോഴോ ടെൻസിന് ഒരു മാറ്റം വരുത്താനും പാടില്ല. അപ്പൊ ഇവിടെ ടെൻസിന് മാറ്റം വരുത്തി ഹാഡ് ഗോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ചിലാണ് ടെൻസിന് മാറ്റം വരുത്താൻ അധികാരം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഈ ആൻസർ തെറ്റാണ്. കാരണം വെന്റ് ടു ഡൽഹി ഹാഡ് ഗോൺ എന്നായി മാറി. ടെൻസിൽ മാറ്റം പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ സി എന്നുള്ള തേർഡ് ഓപ്ഷനാണ്.
ഇത് അത്യാവശ്യം വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. 100-ൽ 1 ക്വസ്റ്റ്യൻ ആണ് വെറൈറ്റി ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ബേസിക് ആയി പഠിച്ചത് ഇത്രയേ ഉള്ളൂ. വേർബിന്റെ ഫോം കണ്ടാൽ മാത്രം അതിനെ പാസീവ് വോയിസിലോട്ട് എങ്ങനെ മാറ്റും. ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഓപ്ഷനിൽ നിന്നും ആൻസറിലേക്ക് എത്തുന്നു. നമ്മുടെ സ്ട്രക്ചറിൽ നമ്മൾ കണ്ടതാണ്, മാക്സിമം 1-2 ഓപ്ഷൻ മാത്രമേ ഈ സ്ട്രക്ചറിൽ ഉണ്ടാവൂ. അതെടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബാക്കി ആഡ് വെർബ്, അഡ്ജക്റ്റീവ്, ടെൻസ്, ഈ കൺഫ്യൂഷനിൽ ഒന്നും പോണ്ട. വേർബിന്റെ ഫോം നോക്കി പാസീവ് വോയിസിലോട്ട് മാറ്റുന്നു. ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ചോദ്യങ്ങളെ എങ്ങനെ പാസീവ് വോയിസിലോട്ട് മാറ്റാം, യെസ് ഓർ നോ ക്വസ്റ്റിനെയും WH ക്വസ്റ്റിനെയും ഹു എന്ന് പറയുന്ന സ്ട്രക്ചറും നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുന്നു. അത് കഴിഞ്ഞ് ഇമ്പറേറ്റീവ് സെന്റൻസിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുന്നു. ഇനി ആക്റ്റീവിൽ നിന്നും പാസീവിലും, പാസീവിൽ നിന്നും ആക്റ്റീവ് വോയിസിലുള്ള മാറ്റങ്ങൾ തുടങ്ങിയ ക്ലാസ്സുകളെല്ലാം തുടർന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.